ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം പനീറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം. ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഇനി കുറച്ച് മസാല, ചിക്കൻ മസാല. പാനിലേക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് ഇടാം. ഇത് ഗ്രില്ല് ചെയ്യുന്ന ടൈപ്പ് മതി, കുറച്ച് എണ്ണ ഉപയോഗിക്കാവും. ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ക്യാരറ്റും സവാളയും കൂടി ഇടാം. പനീർ എത്ര ആയത് മതി, നമുക്ക് ഓഫ് ചെയ്യാം. ഇതിനകത്ത് ഉപ്പും കൂടി കുറച്ചിടണം കേട്ടോ. ഇനി നമ്മൾ സവാളയും ക്യാരറ്റും കൂടി ഇട്ടതിനകത്തോട്ടും കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. സിമ്മിലാക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് വഴണ്ടി വരും. ഇതിലേക്ക് ക്യാപ്സിക്കം ഇടാം. ക്യാപ്സിക്കം ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒത്തിരി വേണ്ട, കുറച്ച് മസാലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ ഈ പച്ച ചുവ മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റണം. ഈ സ്റ്റേജിലാണ് സോസുകൾ, സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഒക്കെ ഒഴിക്കുന്നത്. അപ്പോൾ ഈ പൊടികളൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇച്ചിരി ഹെൽത്തി ആവുന്നതുകൊണ്ട് സോസ് ഒഴിക്കാതെ. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പനീറും കൂടി ഇടാം. ഇതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇടണം. നേരത്തെ വേവിച്ചിരിക്കുന്ന റൈസ് കുറച്ച് ഇടാം. റൈസ് ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി. ഇത് ഈ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കുക്കറിനകത്തേക്ക് നമ്മുടെ മസാലക്കൂട്ട് ഇടുക, എന്നിട്ട് കഴുകി വെച്ചേക്കുന്ന അരി ഇടുക. ഇപ്പോൾ ഇവിടെ വെച്ചേക്കുന്ന പൊന്നിയരിയാണ്. കഴുകി വെച്ചേക്കുന്ന അരി 1 ഗ്ലാസ് ഇടുക, പിന്നെ 1.5 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുക, അടച്ചു വെക്കുക. നമ്മുടെ ആവി വരുമ്പോൾ വിസിലിട്ടിട്ട് 7 മിനിറ്റ് സിമ്മിൽ കുക്ക് ചെയ്യാം, എന്നിട്ട് ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ അരി വേവിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി, പനീർ ഫ്രൈഡ് റൈസ്. ഇതിപ്പം ഇതിനകത്തോട്ട് ബ്രോക്കലി ഇടാം, കോളിഫ്ലവർ ഇടാം, അങ്ങനെ ക്യാബേജ് ഇടാം, എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം.